എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പറമ്പിൽ തെങ്ങിന് വളമിടാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം എന്നോട് പറഞ്ഞു നമ്മൾ പറമ്പിൽ പുതിയ വെച്ചിട്ടുള്ള പ്ലാവ് കായ്ച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയതാണ്. ഇത് വെച്ചിട്ട് അധികം ആയിട്ടില്ല, 1.5 വർഷമായി എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോഴേക്കും ഇത് 3 ചക്ക കായ്ച്ചിട്ടുണ്ട്. ഇത് വാങ്ങിച്ച നഴ്സറിക്കാർ പറഞ്ഞത് 3 വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്നാണ്. പക്ഷെ നമുക്കിത് 1.5 വർഷമായപ്പോഴേക്കും കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അതിന് നല്ലോണം ചാണകപ്പൊടിയൊക്കെ ഇട്ട് നന്നാക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്ക് ചേമ്പിൻ്റെ താള് ഉപ്പേരിക്ക് പൊട്ടിക്കാവുന്നതാണ്. ചേമ്പിൻ്റെ താള് കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രം ഇട്ടുങ്ങാണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങൾ ചേമ്പിൻ്റെ താളും പൂള ഇട്ടുങ്ങാണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യൽ. ഇപ്രാവശ്യം ഞാൻ താള് മാത്രം ഇട്ടുങ്ങാണ്ടുള്ള ഉപ്പേരി ഉണ്ടാക്കുന്നത്. താളിൻ്റെ കൂടെ ഇതിൻ്റെ ഇല ഇടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിതിൻ്റെ ഇല ഉപയോഗിച്ചിട്ടില്ല. ഇല വെട്ടിക്കളയാണ് ചെയ്തത്. ഇതിൻ്റെ തൊലിയൊക്കെ നന്നായി വൃത്തിയാക്കി ചെത്തി കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ വലിയുള്ളിയാണ് എടുക്കുന്നത്. വലിയുള്ളി ഇട്ടുങ്ങാണ്ട് ആ മൺചട്ടിയിൽ വെച്ചാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കടുകൊന്ന് പൊട്ടി വന്നാൽ വറ്റൽമുളകും പിന്നെ വലിയുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് മൂത്ത് വന്നാൽ അതിലേക്ക് ചേമ്പിൻ്റെ താള് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. ചേമ്പിൻ്റെ താള് ഒരുപാട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വെന്ത് വന്നാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതിനിങ്ങനെ കുറേശ്ശെ ഒതുക്കി ഇട്ട് കൊടുക്കുക. അത് ഒന്ന് ഒതുങ്ങി വന്നാൽ അതിലേക്ക് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് മൂടി വെക്കുക. ചേമ്പിൻ്റെ താള് വെന്ത് നല്ലോണം ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും 2-3 വെളുത്തുള്ളി, കുറച്ച് കാന്താരി മുളകും കുറച്ച് നല്ല ജീരകം കൂടി ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം കൂടി ഒന്ന് അടുപ്പത്ത് കിടന്നൊന്ന് വെന്തോട്ടെ. ഇപ്പോൾ അതിൻ്റെ തേങ്ങൻ്റെയും കറിവേപ്പിലിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒന്ന് ഈ താളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പുംതാളിൻ്റെ ഉപ്പേരി റെഡിയായി. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് ചേമ്പുംതാളിൻ്റെ ഉപ്പേരിയും അയില വറുത്തതും അയിലക്കറിയാണ്. നല്ല അടുപ്പത്ത് വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മൺചട്ടിയിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. താള് വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണിത്. പിന്നെ ഇത് കടുകിൻ്റെ ചെടിയാണ്. ഇതെങ്ങനെയോ അവിടെ താഴെ വീണിട്ട് അങ്ങനെ മുളച്ച് വന്നതാണ്. ഒരു വെറൈറ്റി ആയി തോന്നിയപ്പോൾ ഞാനിത് വീഡിയോയിൽ ആഡ് ചെയ്തതാണ്. ഇനി ഇത് കായ്ച്ച് കടുകുണ്ടായി വരുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്.
അപ്പോൾ അത്രയൊക്കെ തന്നെ വിശേഷങ്ങൾ പറയാനുള്ളൂ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.